കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ച ലേഖനം ഒരു പത്രത്തിൽ ഞാൻ വായിക്കുന്നുണ്ടായി. ഇൻസുലിന്റെ ഉപയോഗം വഴി മാരകമായ വലിയ രോഗാവസ്ഥ മനുഷ്യനുണ്ടാകും. ഡയോക്സിൻ എന്ന കെമിക്കല് ഇതിന്റെ ഈ ഇൻസുലിന്റെ ഉപയോഗം വഴി ഉണ്ടാകുകയും അത് ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. അതുകൊണ്ട് ഇൻസുലിന്റെ ഉപയോഗം എല്ലാ സ്ഥലങ്ങളിലും അവസാനിപ്പിക്കുവാൻ നിരോധിക്കുവാനുള്ള ശ്രമങ്ങൾ ചില സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും മനുഷ്യന്റെ ക്ഷേമത്തിൽ താല്പര്യമുള്ള ആളുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി സർക്കാർ മാലിന്യം നിർമ്മാർജ്ജനങ്ങളുടെ ഉപാധിയായി ഇൻസുലിനെ കാണുന്നുണ്ട്. പക്ഷെ അത് ഗുണത്തിന് പകരം ദോഷം ചെയ്യുന്ന ഒരു പ്രക്രിയയായി നമ്മുടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥ പ്രമാണിമാരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ വഴി ഇൻസുലിന്റെ ഉപയോഗം വഴി മാലിന്യം നിരസനം ചെയ്യാൻ സാധിക്കും ഒരു കാഴ്ചപ്പാട് തെറ്റാണെന്ന് വളരെ ശക്തമായി പറയാൻ നമ്മളെപ്പോലുള്ള ആളുകൾ തയ്യാറായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതുപോലെ മാലിന്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്നതിനെ കുറിച്ച് നമ്മൾ അറിയുന്നു. 3 തരത്തിലുള്ള ജീവജാലങ്ങളാണ് ലോകത്തുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് മനുഷ്യൻ, രണ്ടാമത്തെ വിഭാഗം മൃഗങ്ങൾ, മൂന്നാമത്തെ സസ്യ ജീവജാലങ്ങൾ. മൃഗങ്ങളും സസ്യ ജീവജാലങ്ങളും യാതൊരു തരത്തിലുള്ള വേസ്റ്റ് ഉണ്ടാക്കുന്നു. ഉണ്ടാക്കുന്ന വേസ്റ്റ് ആണെങ്കിൽ പോലും അത് നിബന്ധനം ചെയ്യുവാൻ യാതൊരു ബുദ്ധിമുട്ടും അവരായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാക്കും. പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ? പ്രശ്നം ഉണ്ടാക്കുന്ന മുഴുവൻ മനുഷ്യനാണ്. മാലിന്യ പ്രശ്നങ്ങളുടെ കേന്ദ്ര ബിന്ദു മനുഷ്യനുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. മനുഷ്യന്റെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുവാനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് വലിയ മാലിന്യ കൂമ്പാരങ്ങൾ ലോകത്തെല്ലായിടത്തും നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഇന്ത്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ലോകത്തെല്ലായിടത്തും ഇത് വ്യാപകമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എങ്ങനെ മാലിന്യങ്ങൾ നിബന്ധന ചെയ്യാൻ സാധിക്കുന്നു? അമേരിക്കക്കാരും യൂറോപ്യന്മാരൊക്കെ കണ്ടെത്തിയിരിക്കുന്ന മാർഗം ഇന്ത്യ പോലുള്ള 3ാം ലോക രാജ്യങ്ങളിലേക്ക് ഈ മാലിന്യ കൂമ്പാരം കപ്പൽ കയറ്റി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഒരു കപ്പൽ വന്ന കാര്യം നമ്മൾ പത്രത്തിൽ വായിച്ചല്ലേ? കൊച്ചിയിൽ ഒരു കപ്പല്, അമേരിക്കയിൽ ഒരു കപ്പല് നിറയെ വ്യവസായ മാലിന്യങ്ങളുമായി തോന്നും. ഏതൊരു ഉദ്യോഗസ്ഥന് നന്മ കൊണ്ടോ അതവിടെ ഇറക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. അങ്ങനെ കപ്പൽ തിരികെ പോയതായി നമ്മൾ പത്രത്തിൽ വായിച്ചു. അപ്പൊ 3ാം ലോക രാജ്യങ്ങളെ വ്യവസായ രാജ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ നിബന്ധനം ചെയ്യുവാനുള്ള കേന്ദ്രങ്ങളാക്കി ലോകത്തിലെ സമ്പന്ന സമൂഹമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവരുപേക്ഷിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ 3ാം ലോക രാജ്യങ്ങൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം 3ാം ലോക രാജ്യങ്ങൾക്ക് കൊടുക്കും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അത് ഏറ്റെടുക്കും. അതനുസരിച്ചുള്ള പ്രവർത്തനം അതവരൊരു മാർഗമായി കണ്ടില്ല. നമ്മുടെ ഭരണാധികാരികൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയുടെ ആശയങ്ങളുടെ അല്ലെങ്കിൽ അജണ്ടയുടെ ഇരകളായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെല്ലായിടത്തും ഈ മാലിന്യ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? എല്ലാ രാജ്യങ്ങളും ഏതോ പല രീതിയിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. അത് അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും എല്ലായിടത്തും ഒരേ രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. വലിയ മെഷീനറിയുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ ഒരു ഉൽപാദന പ്രക്രിയയാണ് ഈ രാജ്യങ്ങളെല്ലാം അവലംബിക്കുന്നത്. വലിയ ഫാക്ടറി സമുച്ചയങ്ങൾ ഉണ്ടാകുന്നു. ആ ഫാക്ടറി സമുച്ചയങ്ങൾക്ക് ലോകത്തിന് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തിയും അതുപോലെ പ്രാപ്തിയുണ്ട്. അവർ ലോകം മുഴുവൻ അവരുടെ വിപണികളാക്കി മാറ്റുന്നു. ഇന്നലെ വരെ നമുക്ക് അജ്ഞാതമായിരുന്ന, നമുക്ക് ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ലാത്ത നിരവധിയായ സാധനങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്കങ്ങനെ ഉപയോഗിച്ച് ശീലമില്ല. ഇന്ന് നമ്മളെ സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത രീതിയിൽ ആ സാധനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി. എങ്ങനെ ഇത് ഭാഗമായി മാറിയത്? ഇന്ന്
കമ്പ്യൂട്ടറിനെ കുറിച്ചും അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ കുറിച്ചും മൊബൈൽ ഫോണിനെ കുറിച്ചും കൊക്കക്കോളയെ കുറിച്ചും അതുപോലെ ബിസ്ക്കറ്റിനെ കുറിച്ചും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിവുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷമാണ്. എങ്ങനെയായി പുതിയ ഉൽപ്പന്നങ്ങളുടെ ഇരകളായി ലോകത്തിലെ 3ാം ലോക രാജ്യങ്ങളെ മാറ്റി? ഒരു ദിവസമുള്ള സംഭവം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ആശയം ഇന്നും മുതലാളിത്ത ആശയം, അല്ലെങ്കിൽ മുതലാളിത്ത ക്രമം അനുസരിച്ചുള്ള ഒരു ലോകക്രമമാണ് ഇന്ന് ലോകത്തിലുള്ളത്. ആ ക്രമം നിലനിർത്തുവാനുള്ള അജണ്ടകളും ആലോചനകളും അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ വളരെ ഫലപ്രദമായി കാലങ്ങളായി നടത്തുന്നുണ്ട്. അതിന്റെ ഫലമായി 3 രീതിയിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ ലോകത്തുണ്ടാകാൻ പ്രചരിപ്പിക്കാൻ വളരെ ഫലപ്രദമായി ശ്രമിക്കുന്നു. 3 രീതിയിലുള്ള പ്രവണതകൾ. ഒന്നാമത്തേത് ഈ കൊതിയുടെ സംസ്കാരം ഉണ്ടാകും, ആർത്തിയുടെ സംസ്കാരം ഉണ്ടാകും. കൊതിയുടെ സംസ്കാരം ഉണ്ടാകും, ആളുകളെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള. രണ്ടാമത് ആളുകളെ ഭയപ്പെടുത്തുന്ന സംസ്കാരം ഉണ്ടാകും. മൂന്നാമത്തത് ചതിയുടെ വഞ്ചനയുടെ സംസ്കാരം ഉണ്ടാകും. കൊതിയുടെ സംസ്കാരത്തെ കുറിച്ച് നമുക്കറിയാം. കൊതിയേൽപ്പിക്കുന്ന രീതി. നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ, ഈ ഉൽപ്പന്നം വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് സംഭവിക്കാം, നിങ്ങൾക്ക് ശ്രേയസ് കുറയും, നിങ്ങൾക്ക് ബുദ്ധിശക്തി കുറയും, നിങ്ങൾക്ക് ഇനി തന്നെ കാര്യങ്ങളുണ്ടാകണമെങ്കിൽ ഈ സാധനം ഉപയോഗിക്കണം. അതിനുവേണ്ടി വലിയ തോതിലുള്ള പരസ്യം നടത്തുക. കോടിക്കണക്കിന് റുപ്പിയാണ് ഓരോ കമ്പനികൾ, വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഓരോ വർഷവും പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഹിന്ദുസ്ഥാനിൽ ഇവരെ കുറിച്ച് വളരെ വർഷങ്ങൾ മുമ്പ് നടന്നൊരു റിപ്പോർട്ടിലാണ് 10,000 കോടി റുപ്പിയാണ് ആ കമ്പനി ഒരു വർഷം അവരുടെ സാധനങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ലോകത്തിലെ പുസ്തക കമ്പനികൾ വലിയ പണം മുടക്കി ലോകത്തിലെ വലിയ താരങ്ങളെ, സിനിമാ താരങ്ങളെ, സ്പോർട്സ് താരങ്ങളെ ഉപയോഗിച്ച് അവരുടെ സാധനങ്ങൾ അംഗീകരിക്കുക, എൻഡോഴ്സ് ചെയ്യാൻ, അവരുടെ സാധനങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കോടികൾ മുടക്കിയാണ് ഈ സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ ഫലമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സാധനങ്ങൾ വാങ്ങുവാനുള്ള മോഹം ലോകത്ത് മനുഷ്യന്റെ മനസ്സിനുണ്ടാകും. മോഹം ജനിപ്പിക്കുന്നു, കൊതി ജനിപ്പിക്കുന്നു. അപ്പൊ കൊതിയുടെ സംസ്കാരം വളരെ വ്യാപകമായി ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ ലോകത്തിലെ പുസ്തക കമ്പനികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ലോകത്തിലെ മുതലാളിത്ത സമൂഹം വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് അവരതിൽ വിജയിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കോളേജിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചമ്മമാർ അവരുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്നത് കൊക്കക്കോളയായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പുതിയ രീതിയിലുള്ള ഭക്ഷണക്രമം അനിവാര്യമായി മാറിയിട്ടുണ്ട്, അല്ലെ?